ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോകുന്നത് ഡോണറ്റാണ്. ഡോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കടകളിൽ കിട്ടുന്ന ഇങ്ങനെ വട്ടത്തിരിക്കുന്ന സാധനമാണ് ഡോണറ്റ്. അപ്പം അത് നിങ്ങൾക്ക് വീട്ടിൽ തീർച്ചയായിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടാണ് നമ്മുടെ ഡോണറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കപ്പിൽ, ചെറിയൊരു കപ്പിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നമുക്ക് നന്നായിട്ടും ഈ ഒരു ഈസ്റ്റ് അലിയിപ്പിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇവിടെ അലിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു വലിയൊരു ബൗളാണ്. ആ ബൗളിലേക്ക് ഞാൻ ഇവിടെ ഒരു 2 കപ്പ് മൈദ അളന്നെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഒരു താറാമുട്ടയോ ഒരു കോഴിമുട്ടയോ, അതായത് ഒരു മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു മിക്സ് ചെയ്യുന്നത് വെള്ളം ഉപയോഗിച്ചിട്ടല്ല, പാൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത്തിലൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പാലെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുഴഞ്ഞു വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കരുത്, പാലേ ചേർക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി സ്പൂൺ മാറ്റി നമുക്കൊന്ന് കൈ വെച്ച് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം കയ്യിലൊക്കെ നമുക്ക് അത്യാവശ്യം ഒട്ടിപ്പിടിക്കും ഈ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഈസ്റ്റിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ശക്തിയിലൊക്കെ വേണം നിങ്ങൾ മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ നന്നായിട്ട് ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. അതിനുശേഷം ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പം നിങ്ങളൊരു 1/4 മണിക്കൂർ ഈ മാവ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 3/4 മണിക്കൂറിന് ശേഷം ഞാൻ ഈ മാവ് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം ഞെക്കി നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് നമുക്കൊന്ന് പരത്തി റെഡിയാക്കി എടുക്കണം. അതിനായി ഞാൻ ഒരു ടേബിളിൽ കുറച്ച് മൈദ മാവൊക്കെ തൂക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേളിലേക്ക് കുറച്ച് മൈദ മാവ് കൂടി സ്പ്രെഡ് ചെയ്ത് എടുത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ചപ്പാത്തി പലക വെച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ പരത്തുമ്പോൾ നിങ്ങൾ ചപ്പാത്തിയുടെ പോലെ അല്ല പരത്തേണ്ടത്. ഇത് അത്യാവശ്യം ഒരു കട്ടിയിൽ വേണം നിങ്ങൾ പരത്താൻ. അപ്പോൾ ഞാൻ അതിൻ്റെ മേലിൽ കുറച്ചുകൂടെ മൈദമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി മൈദമാവ് ചേർത്ത് കൊടുത്തു. അപ്പോൾ അത്യാവശ്യം കട്ടി തന്നെയാണ് ഞാനിവിടെ പരത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റേജ്, ഈ ഒരു കട്ടി നമുക്ക് കിട്ടണം. കണ്ടോ, ഈ ഒരു കട്ടി നമുക്ക് ഈ മാവിന് കിട്ടണം. ഇനി നമുക്ക് ഓരോ ഡോണറ്റ് നമ്മൾ ഇങ്ങനെ എടുക്കാൻ പോകുന്നു. അതിനായി വലിയൊരു ഡപ്പയുടെയോ വലിയൊരു പാത്രത്തിൻ്റെ ഒരു അടപ്പ് വേണം. അത്യാവശ്യം ഈ ഒരു വലിപ്പം നമുക്ക് വേണം. ഇനി നമുക്ക് ആ ഒരു മാവിൻ്റെ അറ്റത്ത് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആ ഒരു അടപ്പ് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ആ ഒരു മാവിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് മാവ് കിട്ടും. അപ്പോൾ അത്യാവശ്യം ഇവിടെ നമുക്ക് മാവ് ആ ഒരു ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കൂടെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിനുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനായി നിങ്ങളൊരു 20 രൂപയുടെ ഒരു 10 രൂപയുടെ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നടുക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ആ ഒരു നടുക്കത്തെ പോർഷൻ നമുക്കൊന്ന് മാറി കിട്ടും. അപ്പോൾ നടുക്കത്തെ ആ ഒരു പോർഷൻ എടുത്ത് കളയുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡോണറ്റിൻ്റെ മാവ് നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡോണറ്റ് കൂടെ ഈ ഒരു മാവിൽ നിന്ന് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഡോണറ്റ് മുങ്ങത്തക്ക രീതിയിൽ എണ്ണ വയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഓരോ ഡോണറ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്തതിന് ശേഷം നമുക്കൊന്ന് ഡോണറ്റ് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഗോൾഡൻ കളറിൻ്റെ സ്റ്റേജ് ആകുമ്പം നമുക്ക് ഈ ഒരു ഡോണറ്റ് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡോണറ്റ് കൂടെ നമുക്കൊന്ന് ഈ ഒരു എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം.
ഡോണറ്റ് കരിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു ഗോൾഡൻ സ്റ്റേജ് എത്തുമ്പം നിങ്ങൾ കോരി മാറ്റണം. ഇനി നമ്മൾ ഒരു ചോക്ലേറ്റ് ടെക്സ്ചർ നമ്മൾ ഈ ഒരു ഡോണറ്റിൻ്റെ മേളിൽ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതിനായി ഒരു കടായിൽ നിങ്ങൾ ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 20 രൂപയുടെ ഒരു ഡയറി മിൽക്കിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാലും ഈ ഒരു ഡയറി മിൽക്കും കൂടെ മിക്സ് ആകുമ്പോൾ നമുക്ക് ആ നല്ലൊരു ചോക്ലേറ്റ് കിട്ടുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ. അപ്പോൾ അത്യാവശ്യം സമയമെടുത്ത് തന്നെ ഇത് മെൽറ്റാകും. അപ്പം മെൽറ്റായി കട്ടി പിടിച്ച് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഡയറി മിൽക്ക് ഇവിടെ ഫുള്ളി മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഓരോ ഡോണറ്റായിട്ട് നമുക്ക് ഈ ഒരു ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനിലാണ്. കാരണം ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഡോണറ്റ് കറക്റ്റായിട്ട് പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിവതും ഈ ഒരു ചോക്ലേറ്റ് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ 4 ഡോണറ്റും ഈ ഒരു ചോക്ലേറ്റിൽ മുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ ഒരു ടെക്സ്ചർ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അകത്തൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് എടുത്തുകൊണ്ടാണ് ഇത്രയും കട്ട പിടിച്ച് പോയത്. നമുക്ക് ന്യൂട്ടലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ചോക്ലേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ ഡോണറ്റും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ നല്ല ഗോൾഡൻ കളറാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡോണറ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ.